ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിത് ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് നേരെ പോകണം നമ്മുടെ ബ്രൈഡ് ഐശ്വര്യയുടെ അടുത്തേക്കാണ്. നമുക്ക് വർക്ക് വരുന്നത് വൈക്കത്താണ് കേട്ടോ. ഏർലി മോർണിംഗ് ആണ് വർക്ക്. സോ നമ്മൾ നൈറ്റ് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് അവർ റൂമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഫുഡൊക്കെ അടിച്ച് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ബ്രൈഡ് അവിടെ ഓൾറെഡി സാരിയൊക്കെ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു റോൾ ചെയ്തിട്ട്. അപ്പം ഇതൊക്കെ ഒന്ന് പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് നൈറ്റ് കിടക്കാൻ വേണ്ടിയിട്ട്. മോർണിംഗ് ആൾ വരുമ്പോഴത്തേക്കും ചെയ്യാൻ നമുക്ക് ടൈം കിട്ടത്തില്ല. സോ നമ്മൾ നേരത്തെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ റോൾ ചെയ്ത് ഇതിപ്പോൾ ആൾ തന്നെ റോൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ മടക്കുപാടൊന്നും പോവാതെ. നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ റോൾ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ ആ പാടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഡ്രൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ഐശ്വര്യ. ഫസ്റ്റ് തന്നെ നമ്മളിത് ലെൻസ് വെച്ച് കൊടുക്കുകയാണ്. പ്യുവർ ഹേസലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ്. ഫ്രഷ് ലുക്കിൻ്റെ പ്യുവർ ഹേസലേ. ഓക്കെ, അങ്ങനെ ലെൻസൊക്കെ വെച്ച് കൊടുത്തു. ലെൻസ് ആപ്ലിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ലെൻസ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലെൻസ് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മിക്കവർക്കും കണ്ണ് നിറയും. സോ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലെൻസ് വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഐബ്രോസ് ചെയ്തു. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫേഷ്യൽ ഹെയർസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തു. അത് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഐ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ടു ഫേസിൻ്റെയും ടാർട്ടിൻ്റെയും കൂടെ കൺസീലർ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹുദേൻ്റെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൗഡർ സെറ്റിങ് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്നെങ്കിലും നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് അത് ബേക്ക് ആവണം കൺസീലർ, അല്ലെങ്കിൽ അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐ മേക്കപ്പ് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഹുദേൻ്റെ പാലറ്റും ഹുദേൻ്റെ നോട്ടിയുടെ പാലറ്റും പി ലൂയിസിൻ്റെ പാലറ്റും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ സെയിം കൺസീലർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇന്നർ കോർണറിൽ നിന്ന് ഒരു മിഡിൽ ഏരിയ വരെ ചെറുതായിട്ടൊന്ന് കൺസീൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്താ വെച്ചാൽ ഗ്ലിറ്റർ കുറച്ചും കൂടെ വിസിബിളായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കറക്റ്റ് പാടായിട്ട് നിൽക്കും. സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ നല്ല സ്മഡ്ജായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഐ ഗ്ലിറ്റേഴ്സ് ഇട്ടു. പിന്നെ നമ്മൾ ഐ ഒന്ന് ലൈൻ ചെയ്യാണ്. കാജൽ യൂസ് ചെയ്തിട്ടാണ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ PSCൻ്റെ ഐ കാജലാണ് കേട്ടോ. ജെറ്റ് ബ്ലാക്കാണ് ഷെയ്ഡ് വരുന്നത്. അത് വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളർ വെച്ച് ചെറുതായിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്മഡ്ജ് കൂടെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ലാഷ് വെച്ച് കൊടുത്തു. ലാഷ് നമ്മൾ 54 ആണ് കേട്ടോ വെച്ച് കൊടുത്തത്. ലാഷ് നമ്മൾ ആദ്യം ആളുടെ കണ്ണിൽ വെച്ച് നോക്കിയിട്ട് ആ ഒരു സൈസ് നോക്കി കട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ല, ഭയങ്കര വലുതായിരിക്കും. അതുപോലെ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഇന്നർ കോർണറിൽ നിന്ന് ഒരിക്കലും കട്ട് ചെയ്യരുത്. ഔട്ടർ കോർണറിൽ നിന്ന് വേണം അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്നത് PSCൻ്റെ ഗ്ലൂ ആണ്. അത് കഴിഞ്ഞിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒന്നുകൂടെ ഗ്ലൂ ചെയ്ത് കൊടുക്കും. അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതലും പേര് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ലാഷ് പൊളിഞ്ഞു വരുന്ന പോലെ പറയാറുണ്ട് ഒത്തിരി ബ്രൈഡ്സ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം കണ്ണിൻ്റെ താഴെയൊക്കെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിനെ വൈപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആളുടെ വന്നിട്ട് ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് നമ്മൾ എംബ്രയോളിസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബൊട്ടോക്സ് പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്തത്. എയർ ബ്രഷ് മേക്കപ്പാണ് നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് ബൊട്ടോക്സ് പ്രൈമർ യൂസ് ചെയ്തു. പിന്നെ ചെറിയതായിട്ടൊരു ഡിസ്കളറേഷനൊക്കെ ഉണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷനൊക്കെ. ആ ഒരു ഏരിയയിലൊക്കെ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ കണ്ണിൻ്റെ താഴെയും കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുമ്പം ചെറിയൊരു ബേസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ എയർ ബ്രഷ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് നാസിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. നാസിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഷെയ്ഡ്സൊക്കെ നമ്മൾ മിക്സ് ചെയ്താണ് കേട്ടോ എടുക്കുക. അപ്പം അത് യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് ബേസ് കൊടുക്കുന്നത്. അതുപോലെ എയർ ബ്രഷും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺസീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ചെറിയ ബ്ലാക്ക് സ്പോട്ട്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ താഴെ നമ്മൾ ലൈറ്റ് കളർ വെച്ചും കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എയർ ബ്രഷ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഹെയർ ബ്രഷ് ചെയ്യണത്. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫൗണ്ടേഷനാണ്, നാസിൻ്റെ ഫൗണ്ടേഷനാണ്. ചെറുതായിട്ടൊരു ലെയറിങ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ചെറിയൊരു ബേസ് കൊടുക്കുന്ന പോലെ ലൈറ്റായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
ഓക്കെ, എന്നിട്ട് നമ്മളത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ആണ് പിന്നെ നമ്മൾ കൺസീൽ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നാസിൻ്റെ കൺസീലറാണ്. ഷെയ്ഡ് വന്നിട്ട് പഞ്ചാബ് എന്നാണെന്ന് തോന്നുന്നുണ്ട് ഷെയ്ഡ്. ജിഞ്ചർ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരിക. ലൈറ്റ് ഷെയ്ഡാണ്. അത് വെച്ച് നമ്മൾ കൺസീൽ ചെയ്ത് കൊടുത്ത് പൗഡറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുന്നത്. കാരണം എയർ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസീൽ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു നീറ്റ്നെസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു ഷെയ്ഡ് കറക്റ്റാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. എന്നിട്ടാണ് നമ്മളത് ഫേസിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് നാസിൻ്റെ ഫൗണ്ടേഷനാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡൈല്യൂട്ടർ യൂസ് ചെയ്ത് ഡൈല്യൂട്ടും ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ ഇത് വന്നിട്ട് ബ്ലഷാണ്. ഇത് ഷെയ്ഡ് വന്നിട്ട് 03 ആണെന്ന് തോന്നുന്നുണ്ട്, മിസ്റ്റേറിൻ്റെ. ഓക്കെ, നമ്മളിപ്പം ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വന്നിട്ടൊരു സോഫ്റ്റ് ബ്ലഷാണ് കേട്ടോ. നമ്മളിപ്പം എയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. അതുകൊണ്ട് നമ്മൾ PSCൻ്റെ ബ്ലഷ് അതിൻ്റെ മേളിൽ കൂടെ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് പൗഡർ സെറ്റിംഗ് ആണ്. ആ സെയിം ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓവറായിട്ട് പൗഡർ സെറ്റ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ആളുടെ സ്കിന്ന് നോർമൽ ടു ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഓവറായിട്ട് പൗഡർ സെറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പൗഡർ ഓവറായിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു കേക്കി ലുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ഡ്യൂയിനെസ് നമുക്ക് കിട്ടത്തില്ല പൗഡർ ഓവറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ. സോ നമ്മൾ ലൈറ്റായിട്ട് പൗഡർ സെറ്റ് ചെയ്തു. പിന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്കും നമ്മൾ അത്യാവശ്യം ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ചൊരു നീറ്റ്നെസ് കിട്ടാനും അതുപോലെ ലിപ്സ്റ്റിക് ഒന്ന് കുറച്ചും കൂടെ നന്നായിട്ട് സ്റ്റേ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ്പ് ലൈനർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലിപ് ഷെയ്ഡ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഔട്ട് വന്നപ്പോഴത്തേക്ക് നമുക്കിത് ഇത്തിരി ഹെവി ആണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഒരു ലൈറ്റ് കളർ, സെഫോറയുടെ ലൈറ്റ് കളർ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 3-4 കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ കളർ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷെയ്ഡ് അറിയില്ല. ഇത് നമ്മൾ മാറ്റി കൊടുത്തിട്ട് സെഫോറയുടെ 86 ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തു. പിന്നെ കണ്ണിൻ്റെ താഴെ നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. മേളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ആ ഒരു ഐ ഷാഡോ യൂസ് ചെയ്തിട്ടാണ്, ആ ഒരു ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഹിന്ദു ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിൻ്റെ താഴെയും കാജൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ലിപ്പൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു കോർണർ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഇന്നർ കോർണർ, ആ ഒരു താഴത്തെ ലോവർ ലാഷ് ലൈനിലെ ഇന്നർ കോർണറിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്ലിറ്റേഴ്സും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ PSCൻ്റെ നമ്മുടെ കാജൽ യൂസ് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് ഇൻഗ്ലോട്ടിൻ്റെ ഐ ജെല്ല് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വിങ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് PSCൻ്റെ ഹൈലൈറ്ററാണ്. അത് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സ് നമുക്ക് T സോണിലും അതുപോലെ ചിന്നിലും ചീക്കിലും ഒക്കെ നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഡ്യൂവി ഫിനിഷൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പൗഡർ പ്രോഡക്ട്സിലും ഏറ്റവും ബെസ്റ്റ് ലിക്വിഡ് പ്രോഡക്ട്സ് ആണ്. പിന്നെ നമ്മുടെ ഇത് PSCൻ്റെ ഹൈലൈറ്റർ വന്നിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ബെസ്റ്റ് ഹൈലൈറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫുള്ള് സെറ്റിംഗ് സ്പ്രേ അടിച്ചു. PSCൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. പിന്നെ ഞാൻ ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഗുച്ചിയാണ് കേട്ടോ. ആ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി, ഗ്ലാസ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ T സോണിലും ഹൈലൈറ്റിംഗ് പോയിൻറ്റുകളിലെല്ലാം ഗുച്ചി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്തു. സാരി നമ്മൾ ഓൾറെഡി പ്രീപ്ലീറ്റ് ചെയ്തതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ അതിനടുത്ത് ഡ്രൈപ്പ് ചെയ്യാണ്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നമുക്ക് ഡ്രൈപ്പിംഗ് കിട്ടി. ഒരു സാരി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഇത്തിരി പാടായിരുന്നു. പക്ഷേ നമ്മൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നമുക്ക് ഡ്രൈപ്പിംഗ് കിട്ടി. നമ്മൾ പിന്നെ അരപ്പട്ടൊക്കെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തും കൂടെ നമ്മൾ ഓരോ ലൈനും സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേയും കൂടെ പെർഫെക്ഷൻ കിട്ടും. പക്ഷേ അതിന് അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് കൊടുത്തു. ആളെല്ലാം ഗോൾഡായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ആൾക്ക് നമുക്കൊരു 3 ഔട്ട്ഫിറ്റ് ചേഞ്ച് ഉണ്ട് കേട്ടോ. 3 ഔട്ട്ഫിറ്റ് ഉണ്ട് ടോട്ടൽ. അപ്പം നമുക്ക് 2 ചേഞ്ചും കൂടെ ഉണ്ട്. അത് നമ്മളിതിൽ ചെറുതായിട്ടൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അന്നേരം നമ്മൾ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു 2 സ്റ്റിച്ച് വെച്ച് ഓരോ ഓർണമെൻറ്റ്സിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചുട്ടിയെല്ലാം പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്ക് കോംബ് ചെയ്ത് നമ്മൾ പാർട്ടീഷൻസ് നമ്മൾ നോക്കുന്നുണ്ട്, സെൻറ്ററും സൈഡും ഒക്കെ നോക്കി. എന്നിട്ട് നമുക്ക് ഏറ്റവും ഓക്കെ ആയിട്ടുള്ള ബ്രൈഡിന് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലി ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ബൺ ഹെയർ സ്റ്റൈൽ മതി, ബാക്കിൽ ഫുൾ ബൺ ചെയ്താൽ മതി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ഐശ്വര്യ വന്നിട്ട് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ മിങ്കിൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പം നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്ത് നോക്കുന്നുണ്ട്, സെൻറ്റർ എടുത്ത് നോക്കുന്നു, അപ്പോൾ അതൊന്നും ചേരുന്നില്ല. പിന്നെ നമ്മൾ സെൻറ്റർ ബാക്കിലേക്ക് എടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് കോംബ് ചെയ്യുന്നത് അഴിക്കാനായിട്ട് നമ്മൾ ഈ കോംബ് ചെയ്തതിനെ തന്നെ തിരിച്ചിങ്ങനെ പതുക്കെ ഊരി എടുത്താൽ മതി കേട്ടോ. ആക്ച്വലി അങ്ങനെയാണ് ബാക്ക് കോംബ് അഴിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഹെയർ സ്റ്റൈല് ഫിക്സ് ചെയ്തു. അങ്ങനെ നമ്മൾ ചെറിയ ലൈൻ കൊടുത്തിട്ട് ഒരു ഹെയർ സ്റ്റൈല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ സ്റ്റൈല് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ആൾക്കും വന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ വാചടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ കോളേജിലെ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ടാണ് ഫുള്ള് വാചടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മേക്കപ്പ് ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്യാതെ ഇതുപോലെ നമ്മൾ ചെറിയ സ്പഞ്ചും അതുപോലെ ചെറിയ കോട്ടൺ പാഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെയറിൻ്റെ ബാക്ക് സൈഡ്. മുല്ലപ്പൂവും പിന്നെ റോസിൻ്റെ പെറ്റൽസ് വെച്ചിട്ടുള്ള ഒരിതുമാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി പറഞ്ഞു വിട്ടു. ഇതാണ് നമ്മുടെ റൂമിൻ്റെ പിന്നുള്ള കോലം. ഇതാണ് കേട്ടോ എൻ്റെ ചെയർ, വെലോസിറ്റീൻ്റെ ചെയർ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെളിയിലിറങ്ങി പോയി ഫുഡ് കഴിച്ചു. മസാല ദോശയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ റൂമിൽ പോയി റെഡി ആയിട്ട് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന ടൈമിൽ കെട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓൾറെഡി അമ്പലത്തിൽ കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. സെക്കൻഡ് ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ, ലെഹങ്ക ആയിരുന്നു. അതിന് നമ്മൾ 2 മാലയാണ് പെയർ ചെയ്ത് കൊടുത്തത്. ഹെയർ സ്റ്റൈലും കാര്യങ്ങളും മേക്കപ്പും ഒന്നും നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു സാരി ചേഞ്ചിങ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാരിയുടെ പ്ലീറ്റ്സ് നമ്മൾ എടുത്ത് വെക്കുകയാണ്. പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്ത് ആ ഒരു സാരിയിലാണ് ആൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോണത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലീറ്റ് എടുത്ത് വെച്ചു. പിന്നെ നേരെ പോയി ഫുഡ് കഴിച്ചു. നമ്മൾ ഏറ്റവും ലാസ്റ്റ് കഴിച്ചത് കേട്ടോ. അങ്ങനെ നേരെ പോയി ഫുഡ് കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു, പായസം ബോളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ അടുത്ത സാരി ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സാരി ഇതായിരുന്നു. ഇത് കുറച്ച് പാടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പ്ലീറ്റ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയില്ല. എന്നാൽ നമ്മൾ അത്യാവശ്യം പെർഫെക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ് ഒന്നും ചെയ്യാതെ കേട്ടോ നമ്മൾ കൊടുത്തത്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം അവളെ യാത്ര ആക്കിയിട്ട് നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് റൂമിലേക്കൊന്നും പോകില്ല, നേരെ വീട്ടിലേക്കാണ്. അപ്പം അങ്ങനെ അവളെ യാത്ര ആക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.